കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷെക്കീന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ നാട്ടിൽ പാലക്കാട് അടുത്തുള്ള കഞ്ചിക്കോട്ട് റാണി ജോൺ എന്ന സഹോദരിയുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ചയായി റാണി ജോണിലൂടെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സന്ദേശങ്ങൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങളെല്ലാം, കഞ്ചിക്കോട് നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളെല്ലാം, അത് വെറും സന്ദേശങ്ങൾ മാത്രമല്ല എന്നും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 20-ാം തിരുലിഖിതത്തിൽ നമ്മൾ കാണുന്നത് പോലെ വചനങ്ങൾ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുന്നുവെന്ന് തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ കഞ്ചിക്കോട് പരിശുദ്ധ അമ്മ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഈശോ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നു എന്നുള്ള പ്രത്യേകത നാം കാണുന്നുണ്ട്. വരുന്ന എപ്പിസോഡുകളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഈശോ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ഇടപെട്ട് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണെന്നും നാം മനസ്സിലാക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മ റാണി ചേച്ചിയിലൂടെ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്: കർമ്മജ്വരം ബാധിച്ച് എൻ്റെ മക്കൾ ഓടി നടക്കുന്നു. കർമ്മജ്വരം ബാധിച്ച് എൻ്റെ മക്കൾ ഓടി നടക്കുന്നു. പ്രാർത്ഥിക്കുവാൻ അവർക്ക് സമയമില്ല. ഇത് നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു കുലുക്കുന്ന ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത്. കർമ്മജ്വരം ബാധിച്ച് എൻ്റെ മക്കൾ ഓടി നടക്കുന്നു. എന്താണ് കർമ്മജ്വരം എന്ന് പറയുമ്പോൾ? ജോലി തിരക്കിന്റെ പനി ബാധിച്ച് മക്കൾ ഓടി നടക്കുന്നു, പ്രാർത്ഥിക്കാൻ സമയമില്ലെന്നാണ് പരിശുദ്ധ അമ്മ പറയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേകത നമ്മളെല്ലാവരും തിരക്കാണ്. എവിടെ ചെന്നാലും എല്ലാ കുടുംബങ്ങളും തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്. ജോലി തിരക്ക്. യൂറോപ്പിലൊക്കെ ചെന്ന് നമുക്ക് കാണാം, ഭാര്യ ജോലി ഷിഫ്റ്റ് എടുത്ത് ജോലിക്ക് പോകാനായിട്ട് പരിശ്രമിക്കുന്നു. ഭാര്യ വരുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന്റെ ഷിഫ്റ്റിന് സമയമാകുന്നു. കുഞ്ഞുങ്ങളെ ഓരോക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഭർത്താവ് പോകുന്നു, ഭാര്യ വരുന്നു, ഭാര്യ പോകുന്നു, ഭർത്താവ് വരുന്നു. ആകെ തിരക്കാണ്. ഈ തിരക്കിനിടയിൽ പ്രാർത്ഥനാ ജീവിതം എവിടെ? പതുക്കെ പതുക്കെ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പല കുടുംബങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. ആളുകൾ പറയും, എൻ്റെ പ്രാർത്ഥന എൻ്റെ ജോലിയാണ്. മൈ വർക്ക് ഈസ് മൈ പ്രയർ. നമ്മുടെ ജോലി പ്രാർത്ഥനയാക്കി മാറ്റാം. എന്നാൽ നമ്മളിത് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ജോലി പ്രാർത്ഥനയാക്കി മാറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പല വിശുദ്ധരും തങ്ങളുടെ ജോലി പ്രാർത്ഥനയാക്കി മാറ്റിയിരുന്നു. മിസ്റ്റർ ഡോൺ ബോസ്കോ പ്രത്യേകമായി ഓരോ ജോലി ചെയ്യുന്നതിന് മുമ്പും ഓരോ ജോലിയും ദൈവത്തിന് സമർപ്പിച്ച്, ദൈവത്തോട് ആലോചന ചോദിച്ച്,
ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ഹൃദയം ദൈവമായി ഐക്യപ്പെടുത്തിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രകാരമാണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ജോലികൾ നിങ്ങൾ പ്രാർത്ഥനയാക്കി മാറണം. എങ്ങനെ? ഓരോ ജോലിയും ദൈവത്തിന് സമർപ്പിക്കുകയും ജോലിയുടെ സമയത്ത് ഹൃദയം ദൈവമായി ഐക്യപ്പെടുത്തി ദൈവത്തെ ആ ജോലിയിലേക്ക് വിളിച്ച് ദൈവ ഐക്യത്തോടു കൂടി ഓരോ ജോലിയും ചെയ്യുമ്പോൾ ജോലി പ്രാർത്ഥനയായി മാറുന്നു. എന്നാൽ നമ്മളൊക്കെ ചെയ്യുന്ന ജോലി അത് തിക്കിൻ്റെയും തിരക്കിൻ്റെയും ജോലി, അതിനകത്തൊരു പ്രാർത്ഥന ഐക്യം പലപ്പോഴും കടന്നു വരുന്നില്ല. പ്രാർത്ഥന ഐക്യത്തോടുകൂടി ജോലി ചെയ്യുന്നവരും ഉണ്ടാകാം, ഇല്ലെന്നല്ല. എന്നാൽ ഭൂരിഭാഗം പേരും ജോലി തിരക്കിൽപ്പെട്ട് പ്രാർത്ഥനയും ദൈവ ഐക്യവും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളുടെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ചാൽ, എൻ്റെ ജീവിതം ഞാൻ എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് നിങ്ങൾക്കും അത് മനസ്സിലാകും. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശമാണ് കർമ്മജ്വരം ബാധിച്ച് എൻ്റെ മക്കൾ ഓടി നടക്കുന്നത്. ജോലി തിരക്കിൽപ്പെട്ട് എൻ്റെ മക്കൾ ഓടി നടക്കുകയാ. ജോലി തിരക്കിന്റെ പനിയാണ്. ജ്വരം എന്ന് പറഞ്ഞാൽ പനി എന്നാണ് പറയുന്നത്. പനി ബാധിച്ച് ഓടി നടക്കുകയാ. ഈ പനി ബാധിച്ച വ്യക്തിക്ക് എന്തെങ്കിലും ആരോഗ്യത്തോടുകൂടി ചെയ്യാൻ സാധിക്കും? നമുക്ക് നല്ലൊരു പനി വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പരിശുദ്ധൻ പറയുന്ന ഇപ്രകാരമായി ഈ ലോകത്തെ ഈ ജോലി തിരക്കിന്റെ പുറകെ നമ്മൾ ഓടുമ്പോൾ ഒരാത്മീയ ഉണർവ് നഷ്ടപ്പെടുകയാണ്, ദൈവമായിട്ടുള്ള ഐക്യം നഷ്ടപ്പെടുകയാണ്, കൃപാവരങ്ങൾ നഷ്ടപ്പെടുകയാണ്. നമ്മൾ പറയും തിരക്കാണ്, സമയമില്ല, ഒന്നിനും സമയമില്ല. എന്നാൽ ഈ തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്ന വ്യക്തികളുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ പറയും പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത ആഴ്ച നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല മാസം എപ്രകാരം അനുഗ്രഹപ്രദമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും, അത്രമാത്രം അനുഗ്രഹപ്രദമാക്കി നമ്മൾ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യണം. ഈ ഒക്ടോബർ മാസത്തിന് 31 ദിവസം ഞാൻ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാക്കി മാറ്റുക. ജപമാല മാസമാണ്. എത്ര ജപമാല ചെല്ലാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത് ഓർക്കുകയാണ്, ഒരു ഒക്ടോബർ മാസം 7-ാം തീയതി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഒന്നിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് മുമ്പേ തീരുമാനിച്ചു, ഒക്ടോബർ മാസം 7-ാം തീയതി നമുക്ക് എത്രമാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, അത്രമാത്രം ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കും ആരംഭം മുതൽ. എന്നിട്ട് അന്ന് വൈകുന്നേരം നമ്മളൊരു സ്ഥലത്ത് ഒന്നിച്ചു കൂടും. അവിടെ നിന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഇന്ന് എത്രമാത്രം കൊന്തയെല്ലാം സാധിച്ചു എന്നൊക്കെ നമ്മൾ പങ്കുവയ്ക്കും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ തന്നെ പലരും അവരുടെ ജോലി മേഖലകളിൽ നിന്ന് തന്നെ ജപമാലയൊക്കെ ചൊല്ലി വൈകുന്നേരം ഞങ്ങൾ ഒന്നിച്ച് ചേർന്നപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം ജപമാല ചൊല്ലി എന്നൊക്കെ പങ്കുവെച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, UK ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ. ഈ ഡോക്ടർ പറഞ്ഞ പ്രകാരമാ, അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത ഡോക്ടറാണ്. ഈ ഡോക്ടർ പറയുകയാണ്, എനിക്ക് 13 കൊന്ത ചെല്ലാൻ സാധിച്ചു. 13 ജപമാല അന്ന് ഫുൾ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഡോക്ടർ ചെല്ലാൻ സാധിച്ചു. പറയാം, ഡോക്ടർമാര് നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. ഈ ആളുകൾ പേഷ്യൻസ് വരുന്നു, അവരെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ നോക്കുന്നു. ഇതിനിടയ്ക്ക് എവിടെയാണ് ഈ ഡോക്ടറിന് സമയം കിട്ടുക? എന്നാൽ ഈ ഡോക്ടർ പറയുമ്പോൾ എനിക്കിത് 13 ജപമാല ചെല്ലാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, ഇതുപോലെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, ജോലി ഉണ്ടായിരുന്നവർ, ജോലി ചെയ്തവർ, ജോലി തിരക്കിനിടയിലും പരിശ്രമിച്ചാൽ ദൈവം അതിനുള്ള കൃപ നൽകുമെന്നതിന് തെളിവാണ്. കർമ്മജ്വരം ബാധിച്ച് ഓടി നടക്കുന്ന മക്കളൊന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാനുള്ള, ഇപ്രകാരം ആത്മീയ സൗഖ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വിളിയാണ് പരിശുദ്ധ അമ്മ റാണി ജോണിലൂടെ നമുക്ക് നൽകുക. പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ അമ്മ വീണ്ടും റാണി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത ഇപ്രകാരമാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തോടാണ്. യേശുക്രിസ്തു ദൈവപുത്രൻ ഈ ലോകത്ത് മനുഷ്യനായി അവതരിച്ചു, ഈ ലോകത്ത് നമ്മോടൊത്ത് ജീവിച്ചു, പാടുപീഡകൾ സഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കുരിശിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു, ഇന്നും ജീവിക്കുന്നു. ഉത്ഥാനം ചെയ്ത ഏക ദൈവമാണ് ലോകത്തിലുള്ളതെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിച്ചു റാണി ചേച്ചിയിലൂടെ. യേശുക്രിസ്തു ഉത്ഥിതനായ ദൈവമാണ്. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. ഈ ലോകത്ത് ഒരുപാട് ദൈവങ്ങളെ മനുഷ്യൻ വിളിക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്ത് ജീവിക്കുകയും
പാടുപീഡകൾ സഹിച്ച് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് മരിക്കുകയും മരണശരീരം ഉത്ഥാനം ചെയ്യുകയും ചെയ്ത ഒരൊറ്റ ദൈവമേ ഈ ലോകത്തുള്ളൂ. അത് സത്യദൈവമായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് റാണി ചേച്ചിയുടെ പരിശുദ്ധ ഞാൻ പറഞ്ഞിരുന്നത്, മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ജീവനില്ലാത്ത ഒരു വ്യക്തിയോടല്ല, കല്ലിനോടോ മുള്ളിനോടോ അല്ല, ഉത്ഥാനം ചെയ്ത ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അവൻ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് അവനോടൊത്ത് ജീവിക്കുവാനും അവനോടൊത്ത് നടക്കുവാനും അവനോടൊത്ത് ഐക്യപ്പെടുവാനും നിങ്ങൾ സമയം കണ്ടെത്തണം. ജോലി തിരക്കെന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടരുത്. ഇതെല്ലാം നീ പ്രാർത്ഥനയാക്കി മാറ്റണം. ദൈവമായിട്ടൊരു ഐക്യത്തിൽ മുന്നോട്ട് പോകണം. ഈ ഐക്യമാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് നേടിയെടുക്കുവാൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇതിൻ്റെ അമ്മ കൂട്ടിച്ചേർത്തു, യേശുക്രിസ്തു എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവിടെയെല്ലാം കർത്താവിൻ്റെ തിരുമുറിവുകൾ കാണുവാൻ സാധിക്കുന്നു. പഞ്ചക്ഷതധാരികളായ ലോകത്ത് അനേകം മക്കളുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ 5 തിരുമുറിവുകൾ വഹിക്കുന്നവരാണ്. ഈ ലോകത്ത് വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും പറഞ്ഞു തരാൻ സാധിക്കാത്ത, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത പ്രതിഭാസമാണ് പഞ്ചക്ഷതങ്ങൾ. യേശുക്രിസ്തു 5 തിരുമുറിവുകൾ പങ്കുവയ്ക്കുന്ന മക്കൾ. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈശോയുടെ 5 തിരുമുറിവുകൾ, അവന്റെ കയ്യിലെ മുറിവുകൾ, കാലിലെ മുറിവുകൾ, പാർശ്വത്തെ മുറിവൊക്കെയായി കർത്താവ് അവന്റെ മുറിവുകൾ കൊണ്ട് തൻ്റെ ഈ ലോകത്തെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോവുകയാണ്. കർത്താവിൻ്റെ തിരുമുറിവുകളാണ് അവൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യം. എന്നിട്ട് അമ്മ നമ്മളോട് കൂട്ടിച്ചേർക്കുകയാണ്, മക്കളെ, നിങ്ങൾ ഈശോയുടെ മുറിവുകളുടെ ആഴം കൂട്ടരുത് എന്ന്. ആർക്കു വേണ്ടിയാണ് ഈശോ ഈ പാടുപീടുകൾ സഹിച്ചത്? ആർക്കു വേണ്ടിയാണ് അവൻ മുറിവേറ്റത്? ആർക്കു വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത്? ആർക്കു വേണ്ടിയാണ് ഉത്ഥാനം ചെയ്തത്? നമുക്ക് വേണ്ടിയാണ് കർത്താവ് സഹിച്ചതെന്നും മരിച്ചതെന്നും ഉത്ഥിതനായതെന്നുമുള്ള സത്യം തിരിച്ചറിയണം. അവൻ എന്തിനു വേണ്ടിയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തത്? സാത്താന്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നിത്യജീവിതത്തിന് നമ്മളെ അർഹരാക്കുന്നതിന് വേണ്ടിയാ അവൻ ഇത്രമാത്രം സഹിച്ചതും പാടുപീടുകൾ ഏറ്റെടുത്തതും. എങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവരായി മാറരുതെന്ന് പരിശുദ്ധ അമ്മ പറയുക. അവന്റെ മുറിവുകളുടെ ആഴം നിന്റെ പാപങ്ങൾ കൊണ്ട് നീ കൂട്ടരുത്. അവന്റെ മുറിവുകളുടെ ആഴം നിന്റെ നിസ്സംഗത കൊണ്ട് നീ കൂട്ടരുത്. അവന്റെ മുറിവുകളുടെ ആഴം നിന്റെ സ്വാർത്ഥത കൊണ്ടും ഈ ലോകത്തിന്റെ പാപങ്ങളോടുള്ള ഒരു പാപത്തിന്റെ സുഖങ്ങളോടുള്ള ഒരു താല്പര്യം കൊണ്ടും നീ കൂട്ടരുത്. അവന്റെ മുറിവുകളുടെ ആഴം നിന്റെ മടി കൊണ്ടും അലസത കൊണ്ടും മന്ദത കൊണ്ടും നീ കൂട്ടരുത്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈ ലോകത്ത് ആർക്കൊക്കെ പ്രാർത്ഥനാ ജീവിതത്തോട് ഒരു മന്ദത അനുഭവപ്പെടുന്നുണ്ടോ, പ്രാർത്ഥനയോട് ഒരു അലസത, മടി തോന്നുന്നുണ്ടോ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മന്ദത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തിൻ്റെ കണ്ണിയുമായി ഒരകൽച്ച സംഭവിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാനിന്നൊരു വിരസത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്കൊരു മന്ദതയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്കൊരു മടിയാണ്, അലസതയാണ് കടന്നു വരുന്നതെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്, സ്വർഗത്തിൻ്റെ കണ്ണിയുമായി ഒരകൽച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വർഗത്തിൻ്റെ കണ്ണിയുമായി ഒരകൽച്ച സംഭവിച്ച വ്യക്തിക്ക് പ്രാർത്ഥനയിൽ മാന്യം കൂടാതെ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരുന്നു. ഒരു മന്ദത അനുഭവപ്പെടുന്നു, ഐക്യം നഷ്ടപ്പെടുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക്, ഒരൈക്യത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, 1997 മാർച്ച് മാസം 30-ാം തീയതി അത് ഒരു ഈസ്റ്റർ ദിനമായിരുന്നു.
ഈ ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു: ഈ ഈസ്റ്റർ ദിനം നൂറ്റാണ്ടുകളായി കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ സ്മരണയ്ക്കായി, മനുഷ്യ മക്കളുടെ സ്മരണയ്ക്കായി നൂറ്റാണ്ടുകളായി മനുഷ്യൻ ആചരിക്കുന്നു. എന്നാൽ ഉത്ഥാനത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക്, ഒരു ഉത്ഥാന ജീവിതത്തിലേക്ക് എത്ര പേർ കടന്നു വരുന്നുണ്ട് എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്താണ് ഉത്ഥാനത്തിൻ്റെ ജീവിതം? അടിമത്വത്തിൽ നിന്നുള്ള മോചനമാണ് ഉത്ഥാനത്തിൻ്റെ ജീവിതം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ ശ്രമിക്കുമ്പോൾ പരിശുദ്ധമ്മ ചോദിക്കുന്ന ഇപ്രകാരമേ: നിന്നെ ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ അടിമത്വത്തിൽ നിന്ന് നീ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഉത്ഥാനത്തിൻ്റെ ഒരു സന്തോഷം, ഉത്ഥാന അനുഭവം നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ നാളുകളായി നമ്മളെയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്തത്തിൻ്റെ ചില ചങ്ങലകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ചങ്ങലയാകാം വെറുപ്പ്. മറ്റുള്ള ആരോടോ മനസ്സിൽ നാളുകളായി കൊണ്ടു നടക്കുന്ന വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യം, ചില വ്യക്തികളോടൊരു പക, ചില കോപം, അരിശം, ചിലപ്പോൾ നുണ പറയുന്ന ശീലം, അസൂയയും സ്വാർത്ഥതയും മൂലം മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ചില ചങ്ങലകൾ, അഹങ്കാരത്തിൻ്റെ ചങ്ങല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നാവിനെ ദുരുപയോഗിക്കുന്ന അടിമത്തത്തിൻ്റെ ചങ്ങല, ആരിലെങ്കിലും ഒരു നന്മ കാണുമ്പോൾ അംഗീകരിക്കാൻ സാധിക്കാതെ എപ്പോഴും തിന്മ പറഞ്ഞു വരുത്തുന്ന ചങ്ങല, അനുസരണക്കേടിൻ്റെ ചങ്ങല, മോഹത്തിൻ്റെയും കൊതിയുടെയും ഒക്കെ ചങ്ങലകൾ, ചില ശാരീരികമായ ജഡികാസക്തിയുടെ ചങ്ങലകൾ, ജഡിക പാപത്തിൻ്റെ സുഖങ്ങളുടെ ചങ്ങലകൾ, ദൈവാശ്രയ ബോധമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന, എനിക്ക് എൻ്റെ ജീവിതം മാനേജ് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ കയറിപ്പറ്റുന്ന ചങ്ങലകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധയമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഉത്ഥാന അനുഭവത്തിലേക്ക്, ഉത്ഥാനത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ ദൈവം വിളിച്ചിട്ടും ഇന്ന് എന്ത് അടിമത്തത്തിൻ്റെ ചങ്ങലയാണ് എന്നെയും നിങ്ങളെയും വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഒന്നിച്ച് ജീവിക്കുവാനും പരസ്പരം ഒന്ന് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ഒന്ന് വിട്ടുകൊടുക്കുവാനും പൊറുക്കുവാനും പോട്ടെന്ന് വയ്ക്കുവാനും ഒക്കെ സാധിക്കാത്ത ചില ചങ്ങലകൾ അനേകം കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ പരിശോധിച്ച് ഇതിൻ്റെ അടിമത്തിൽ നിന്ന് മോചിതരാകുവാൻ പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് പ്രത്യക്ഷപ്പെട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നീ പ്രാർത്ഥനയിൽ ദൈവവുമായി ഐക്യപ്പെടണം. പ്രാർത്ഥനയിൽ ദൈവമായി ഐക്യപ്പെടുമ്പോഴാണ് ചങ്ങലകൾ പൊട്ടിച്ചിതറുക, ദൈവമായിട്ട് ഒന്നിക്കാൻ സാധിക്കുക എന്ന് പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പറഞ്ഞു തരുകയാണ്. ഇതിന് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, മക്കളെ, എൻ്റെ പുത്രൻ ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഉത്ഥാനം ചെയ്ത ആ ഉത്ഥാനത്തിൻ്റെ അനുഭവം പെട്ടെന്നുണ്ടായതല്ല. ഈ ഉത്ഥാനത്തിന് മുൻപ് അവൻ ഒരുപാട് സഹിച്ചു. ഒരു ദുഃഖ വെള്ളിയാഴ്ചയിലൂടെ, പെസഹ വ്യാഴാഴ്ചയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടിയിരുന്നു. നൊമ്പരത്തിൻ്റെയും വേദനയുടെയും പീഡനങ്ങളുടെയും ഒരു സമയമായിരുന്നു അത്. ഈ ഉത്ഥാനം പെട്ടെന്നുണ്ടായതല്ല. ഇപ്രകാരമുള്ള ഒരു വേദനയുടെ, പീഡനത്തിൻ്റെ, ക്രൂരതയുടെ ഒരു യാത്രയുടെ അവസാനമാണ് ഈ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് എൻ്റെ മകന് പ്രവേശിക്കുവാൻ സാധിച്ചത്. എൻ്റെ പരിശുദ്ധ അമ്മ പറയുകയാണ്, എൻ്റെ മകൻ ഈ കുരിശുകൾ, ഈ പീഡനത്തിൻ്റെ യാത്ര, ഈ ക്രൂരതകൾ സന്തോഷത്തോടെ സ്വീകരിച്ചു.
അവനറിയാമായിരുന്നു ഇതിനപ്പുറത്ത് ഉത്ഥാനത്തിന്റെ മഹത്വമുണ്ടെന്ന്. എന്നിട്ട് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില ക്രൂരതകൾ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളും, സഹനങ്ങള്, പീഡനങ്ങള്, ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ എപ്രകാരമാണ് ഏറ്റെടുക്കുന്നത് നമ്മൾ ചോദിക്കുകയാണ്. എൻ്റെ മകൻ ഇത്രമാത്രം വലിയ പീഡനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ നിങ്ങൾ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? അതിനപ്പുറത്ത് ഒരു ഉത്ഥാനമുണ്ട് എന്ന പ്രത്യാശയോടു കൂടിയാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളും ആ സങ്കടത്തിൽ അവസാനിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ യാതനകളും ആ യാതനയിൽ അവസാനിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും ആ രോഗത്തോടെ തീരാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടതകളും ആ കഷ്ടതകളിൽ അവസാനിക്കാനുള്ളതല്ല. അതിനെല്ലാം അപ്പുറത്ത് ഒരു ഉത്ഥാന അനുഭവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നമ്മൾ വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇപ്രകാരമുള്ള കുരിശ് വഹിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ പറയാം, മക്കളെ, നിങ്ങൾ തളരരുത്. ഇതെല്ലാം അതിൽ തന്നെ അവസാനിക്കില്ല. കൃത്യനായവന്റെ ഐക്യത്തോടു കൂടി നിങ്ങൾ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഉത്ഥാനത്തിന്റെ മഹത്വം തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുമെന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം സ്ഥിരീകരിക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകും. എന്നാൽ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ അപ്പോൾ നിങ്ങൾ പരിഭ്രമിക്കരുത്. യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത്. വചനം തന്നെയാണ് അമ്മ മറ്റു രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. സഹനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്, അത് കൂടെ ഉണ്ടാകും. എന്നാൽ ഈ കുരിശുകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തളരാതെ പ്രത്യാശയോടുകൂടി ഇതിനപ്പുറത്തൊരു ഉത്ഥാനത്തിന്റെ മഹത്വമുണ്ടെന്നുള്ള ഒരു ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ ചോദിക്കുന്നു, മക്കളെ, ഞാൻ കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യം ഇതാണ്, എൻ്റെ മകൻ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറുകയാണ് എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് താങ്ങാനാവാത്ത നിമിഷമായിരുന്നു ഈശോയുടെ കുരിശുമരണം. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ ചേതനേറ്റ ശരീരം തന്റെ കരങ്ങളിലേക്ക് മടിയിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ താങ്ങാനാവുന്ന ഒരു അനുഭവം ആയിരുന്നില്ലത്. ഈശോയുടെ പാടുപീടുകളും അവന്റെ സഹനങ്ങളും അവന്റെ കൈകളും കാലുകളും ഒക്കെ ആണികൾ കൊണ്ട് അടിച്ചു കയറ്റിയപ്പോൾ, തുളച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇതെല്ലാം കണ്ടു നിന്നു. താങ്ങാനാവുന്നതായിരുന്നില്ല. ഇതെല്ലാം കണ്ടുനിന്ന പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈ അനുഭവത്തിലൂടെയൊക്കെ ഞാൻ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, എൻ്റെ മകൻ അവന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലേക്ക് കയറുകയാണെന്നുള്ള ചിന്തയാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ.
നമ്മൾ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിരാശപ്പെടാതെ, തളർന്നു പോകാതെ, സങ്കടപ്പെടാതെ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതിനപ്പുറത്തൊരു മഹത്വത്തിൻ്റെ ഒരു സിംഹാസനം എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം, ഒരു ആഴമേറിയ ബോധ്യം ഉത്ഥിതനായ കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ നാം മുറുകെ പിടിച്ചുകൊണ്ട്, നാം ആഴത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മുടെ ഈ ലോക ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാൻ എന്നുള്ളൊരു തിരിച്ചറിവ് പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പരിശുദ്ധ അമ്മ കരങ്ങളോട് ഈശോയ്ക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതം തിക്കും തിരക്കുമുള്ള ജീവിതമാണെങ്കിലും അമ്മ പറഞ്ഞതുപോലെ കർമ്മജ്വരം ബാധിച്ച് ഓടി നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത മക്കളായി നമ്മൾ മാറാതിരിക്കുവാൻ, ഏത് തിരക്കിനിടയിലും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്ന മക്കളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. വളരെ പ്രത്യേകമായി ഈ അടുത്ത മാസം, ഒക്ടോബർ മാസം, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമായി നമ്മൾ ആചരിക്കുമ്പോൾ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ ജപമാല എത്രമാത്രം ചെല്ലാമോ അത്രമാത്രം ചെല്ലി, പിന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രത്യേകമായ പ്രേരണകൾ ഏറ്റെടുത്ത് ഈ ജപമാല മാസം നമുക്കും ലോകം മുഴുവനും ഒരു അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് യാചിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളും വലിയ വലിയ സഹനങ്ങളൊന്നും നമ്മളെ തളർത്താതെ, ഈ സഹനങ്ങൾക്കെല്ലാം അപ്പുറം ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടുന്ന നിമിഷമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ എല്ലാ സഹനങ്ങളെയും ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച്, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ മകൻ ഈ കുരിശുമരണത്തിലൂടെ കടന്നു പോയപ്പോൾ അവൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അവൻ കയറുകയാണെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ആ വാക്കുകൾ ഏറ്റെടുത്ത് നമ്മുടെയൊക്കെ ഈ സഹനങ്ങൾക്കപ്പുറത്തൊരു മഹത്വത്തിൻ്റെ സിംഹാസനം യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.